ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗ്രിഡിംഗ് സ്കെയിൽ ആണ് കേട്ടോ. ഗ്രിഡിംഗ് സ്കെയിൽ പല വലിപ്പത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന 2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഗ്രിഡിംഗ് സ്കെയിൽ ആണ് കേട്ടോ. അതിന് ആ സെൻറ്ററിൽ ഡാർക്ക് ലൈനാണ് ഓരോ ഇഞ്ചിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം അതിൻ്റെ അപ്പുറമായിട്ട് 1 ഇഞ്ചിനെ നമ്മൾ 8 ലൈൻസ് ആയിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്തും ആ ഒരു 8 ലൈൻസുകളുണ്ട്. അപ്പോൾ നമുക്ക് 1 ഇഞ്ച്, 1.25 ഇഞ്ച്, 1.5 ഇഞ്ച്, 1.25 ഇഞ്ച് അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് കൃത്യമായിട്ട് മാർക്ക് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ 1 ഇഞ്ച് ലൈൻസ് മാർക്ക് ചെയ്യുമ്പോൾ ആദ്യം ഒന്ന് സ്കെയിൽ കൊണ്ട് മാർക്ക് ചെയ്തു. അതിനുശേഷം പിന്നെ നമ്മൾ ടേപ്പ് ഓരോ പ്രാവശ്യവും വെച്ച് വെച്ച് മാർക്ക് ചെയ്തിട്ടാണ് അങ്ങനെ. അതിന് പകരം നമ്മൾ ഗ്രിഡ് സ്കെയിൽ ഉപയോഗിച്ച് ആ സെൻറ്റർ ലൈന് 1 ഇഞ്ചിൻ്റെ സെൻറ്റർ ലൈൻ കഴിഞ്ഞിട്ട് 2 ലൈൻ വരുന്ന ആ രണ്ടാമത്തെ ലൈനിൽ നമ്മൾ ആദ്യം വരച്ച ലൈൻ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് 1.25 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. അതുപോലെ തന്നെയാണ് ഇപ്പോൾ 1.25 മാർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ ഒരു സെൻറ്റർ ലൈൻ 1 ഇഞ്ചിൻ്റെ സെൻറ്റർ ലൈൻ കഴിഞ്ഞിട്ട് 6ാമത്തെ ലൈനിൽ കൊണ്ടുവന്ന് നമ്മൾ ആദ്യം വരച്ച ലൈനിലേക്ക് ഈ സ്കെയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് മാർക്ക് ചെയ്യുക. അപ്പോഴേക്കും നമുക്ക് 1.25 ഇഞ്ചിൻ്റെ കറക്റ്റ് നീറ്റായിട്ടുള്ള മാർക്കിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇത് യൂസ്ഫുൾ ആണ്. വേണ്ടവർ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ജാൻസ് ക്രിയേഷൻ്റെ ക്ലാസ്സുകൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജാൻസ് ക്രിയേഷൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക.